എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ എൻ്റെ അവസ്ഥ കാണിക്കുകയാണ്. മഴ വന്നു, ഇനി എൻ്റെ കാര്യം അല്പം ദുരിതത്തിലാണ്. എൻ്റെ ക്ഷേത്രം വെള്ളത്തിലാകും. ആ ഒരവസ്ഥ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന മക്കൾ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനൊക്കെ അമർത്തിക്കൊണ്ട് വീഡിയോ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ട്. അപ്പോൾ എന്താ പറയുക, ബുധനാഴ്ച വൈകിട്ട് ഞാൻ ഇവിടുന്ന് കൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് പൂജയ്ക്ക് പോയി. വൈകിട്ട് പൂജ ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങോട്ട് പോയിക്കായിരുന്നു. പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. അവിടെ ചെന്ന് ദീപാരാധന കഴിഞ്ഞപ്പോൾ ഒരു മഴ തുടങ്ങി. അത് നീണ്ടു മണിക്കൂറോളം. ഞാൻ അയ്യന്തോള് ചുങ്കത്തിൻ്റെ അവിടെ നിന്ന് നടന്നു വരുമ്പോൾ മുട്ടോളം വെള്ളമായി. പ്ലാറ്റ്ഫോമിലേക്കും കയറി നടക്കുന്നിടത്തേക്കൊക്കെ. പിന്നെ ചില കാർ ഡ്രൈവർമാരുണ്ട്, അവരതിൻ്റെ അകത്തിരുന്നിട്ട് വണ്ടി ഡ്രൈവർമാരെന്നല്ല പറയുക, ഉടമസ്ഥന്മാർ മുതലാളിമാരൊക്കെയാണ്. അവർ വണ്ടി കൊണ്ടുപോകലുണ്ട്. വെള്ളമാണ്, അരുവത്തോടെ ആൾക്കാർ നടന്നു പോകേണ്ട, ഒന്നും ശ്രദ്ധിക്കാണ്ടുള്ള പോക്ക്. അങ്ങനെ കാറിൻ്റെ ചക്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം, അഴുക്ക് വെള്ളമൊക്കെ നമ്മളെ നനച്ച് കുളിപ്പിച്ച് എന്തെന്നാ പറയുക. അങ്ങനെ അവിടെ നിന്ന് എത്തി നമ്മുടെ വഴിയിലേക്ക് എത്തിയപ്പോൾ എന്തായി, അരയ്ക്കൊപ്പായി വെള്ളം. ഒന്നും പറയണ്ട, തപ്പി പേടിച്ച് എന്തിട്ടൊക്കെയാ ഇഴഞ്ഞു വരുന്ന എഴുജന്തുക്കളൊക്കെ കാലമ ചുറ്റുമെന്നൊക്കെ പേടിച്ച് ചണ്ടി. ഒരു മരത്തിൻ്റെ അലമാര, ഗേറ്റ്, ഇതൊക്കെ ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇങ്ങനെ പതുക്കെ വരുന്നുണ്ട്. ഉള്ളിൽ ബേക്കിക്കൂടെ ഒരു കാറിൽ ഇത്രയും വെള്ളമായിട്ട് കാറിൻ്റെ പകുതി വെള്ളത്തിൻ്റെ അടിയിലാണ്. എന്നിട്ടും അവർക്ക് പോക്കിനൊരു കുറവില്ല. ഒറ്റ പോക്കങ്ങടാ പോയി. കടലിൽ നിന്ന് വെള്ളം വന്ന് തിരമാല വരണ പോലെ അങ്ങോട്ട് പോന്നു. ഞാൻ പാലപ്പൂ കറങ്ങണ പോലെ ഒരു കറക്കം കറങ്ങി. അങ്ങനെ കറങ്ങിയിട്ട് ഒരു മതിലിൻ്റെ അവിടെ ഒരു പിടുത്തം കിട്ടിയപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ കവന്നടിച്ച് ആ വെള്ളത്തിൽ വീണ ചളിവെള്ളമൊക്കെ കുടിക്കേണ്ട വന്നേനെ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ അമ്പലത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ നീന്തി കളിക്കാൻ തുടങ്ങി. അതൊക്കെ എടുത്ത് പറക്കി വെച്ചു. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇതാണ് അവസ്ഥ. ഇനി മഴ മാറുന്നത് വരെ ഇതായിരിക്കും. ഒരു 2-3 ദിവസം മഴ പെയ്യാതിരുന്നാൽ അപ്പം ഇറങ്ങും വെള്ളം. അല്ലെങ്കിൽ വെളിച്ചാൻ പോയിട്ട് പൂജ കഴിയുന്നവരെ വെള്ളത്തിൽ തന്നെ നിൽക്കണം. ഇനി വരുമാനമൊക്കെ കുറയും. കാരണം അമ്പലത്തിലേക്ക് വരുന്നവർ പല രോഗാവസ്ഥകളൊക്കെ ഉള്ളവരാണെങ്കിൽ വെള്ളത്തിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. വളരെ ബുദ്ധിമുട്ടല്ല അവർക്ക്. അപ്പോൾ ആൾക്കാരെ വരവും കുറയും. ക്ഷേത്ര കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാവും. ഇതൊക്കെയാണ് അവസ്ഥകൾ. ഇനിയിപ്പോൾ ആകെ വിഷമത്തിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 7-ാം തീയതി പ്രതിഷ്ഠ ദിനമാണ്. ആ പ്രതിഷ്ഠ ദിനം വരുമ്പോഴേക്കും ഈ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടണമെന്നാണ് വിചാരിക്കുന്നത്. എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മഴക്കാലത്തെ വിശേഷങ്ങൾ. ഈ വെള്ളമൊക്കെ അകത്തുണ്ടാവാറിട്ടാ. ആദ്യകാലത്തെ വീടാണെങ്കിൽ ഈ വെള്ളങ്ങളൊക്കെ അകത്ത, ഈ വെള്ളമല്ല, ഇതിലപ്പുറത്ത് വെള്ളം അകത്തായിരുന്നു. അപ്പോൾ വീടൊക്കെ നമ്മൾ പണി കഴിപ്പിച്ചോ, തറയൊന്നും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ തറയൊക്കെ കെട്ടി വീടൊക്കെ ഇങ്ങനെ ആക്കിയപ്പോൾ പിന്നെ വീട്ടിൽ കുഴപ്പമില്ല. ഇപ്പോൾ അമ്പലത്തിൻ്റെ ഇവിടെ ഇതിപ്പോൾ നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലം പൊളിക്കണം. എന്നിട്ട് മണ്ണടിച്ച് ഉയർത്തിയിട്ട് വേണം അമ്പലം പണിയാൻ. അതിപ്പോൾ നമുക്ക് സാധിക്കില്ല. കാരണം ഒരുപാട്
പൈസ വേണം, അല്ലാണ്ട് ഒന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. മഴക്കാലമാകുമ്പോൾ മാത്രം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ കിടക്കട്ടെ, അല്ലാണ്ട് എന്താ ചെയ്യുക. ഇതൊക്കെയാണ് അവസ്ഥകൾ. വീടിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് വീടിൻ്റെ അകത്ത് വെള്ളം കയറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കരയ്ക്കൊപ്പം ചിലപ്പോൾ കട്ടിലൊക്കെ മൂടിപ്പോവും. ചിലപ്പോൾ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ആവും. അപ്പോൾ കയറും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അമ്മമാരും കൊണ്ട് വേഗം അടുത്ത് കാണുന്ന വീടുണ്ടല്ലോ, അടുത്ത് കാണുന്ന വീട്ടുകാരോടെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കും. നേരം വെളുത്തിട്ട് വരും. അപ്പോഴേക്കും വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ പണിയാണ്. ആകെ ചളി ഒക്കെ കഴുകി വൃത്തിയാക്കി നനഞ്ഞതൊക്കെ ഉണക്കി എടുക്കുമ്പോഴേക്കും വീണ്ടും മഴ വരും, വീണ്ടും വെള്ളം കയറും. ഇതന്നെ ആയിരുന്നു. അപ്പം അതിനൊക്കെ ഒരു സമാധാനം ദേവി കാണിച്ചു. വീടൊക്കെ പടന്നു, കടമായിട്ട് അയലൊക്കെ മേടിച്ചു, എല്ലാം വീട്ടി. ഇപ്പോൾ വീട് ഈ പ്രകാരക്കായ കാരണം ആ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ അമ്പലത്തിലാണ്. ഇതും മാറുമെന്ന് കരുതണു. ദേവിയുടെ അനുഗ്രഹണയൊക്കെ മാറും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.